എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ന്യൂസ് കണ്ടോന്നറിയില്ല, ഫേസ്ബുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്തായിട്ട് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചറിൻ്റെ പേരെന്ന് പറയുന്നത് ലോക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അവർ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ അക്കൗണ്ടുകളാണ് ഇവർ മെയിനായിട്ടും ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഫീച്ചർ ഇന്ത്യയിൽ ഫേസ്ബുക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ പ്രൊഫൈലുകളിൽ നിന്നും അവരുടെ ഫോട്ടോസും കൂടാതെ കവർ ഫോട്ടോസും ഇതെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാൻ കാരണം. ഇനി ഇതിനു മുന്നേ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഗാർഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഒരു ഫോട്ടോ ഗാർഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊണ്ടുവന്നു. എന്നാൽ ഈ ഒരു ഫീച്ചർ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അത് ഫ്രണ്ട്സ് മാത്രമാണോ കാണുന്നത്, അല്ല പബ്ലിക്കിലുള്ള ആർക്ക് വേണമെങ്കിലും കാണാമോ എന്നുള്ള സെറ്റിംഗ്സ് എല്ലാം നമ്മൾ മിക്കപ്പോഴും ശ്രദ്ധിക്കാതെയാണ് പോസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ അല്ലാത്തൊരു വ്യക്തി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുവാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാനും അത് ഫുൾ സൈസിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഫേസ്ബുക്കിന്റെ ഏറ്റവും പുതിയ ലോക്ക് പ്രൊഫൈൽ ഫീച്ചർ എനേബിൾ ചെയ്യുന്നത് വഴി ഈ ഒരു കാര്യം തടയാൻ സാധിക്കും. ലോക്ക് പ്രൊഫൈൽ ഫീച്ചർ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം അറിയേണ്ടതാണ്. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിന്റെ താഴെ ഒരു നീല കളറിലൊരു ബാഡ്ജ് വരുന്നതായിരിക്കും. ഇനി ലോക്ക് ചെയ്ത പ്രൊഫൈലുകളിൽ നിങ്ങൾ എന്ത് ഫോട്ടോസോ എന്ത് പോസ്റ്റുകളോ ഇട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് മാറ്റാതെ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടാൻ സാധിക്കില്ല. നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്താലും നിങ്ങളെ ടാഗ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഈ ടാഗ് ചെയ്യുന്ന ഫോട്ടോ ഒന്നും നിങ്ങളുടെ ടൈം ലൈനിൽ വരില്ല. ഇനി നിങ്ങളുടെ ടൈം ലൈനിൽ ഈ ഫോട്ടോ എല്ലാം വരണമെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് അത് അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ ടൈം ലൈനിൽ വരുള്ളൂ. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ പോവാം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഈ പ്രൊഫൈൽ സെക്ഷനിൽ നിങ്ങൾക്ക് താഴെയായിട്ടൊരു 3 ഡോട്ട് അല്ലെങ്കിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽസിൻ്റെ കുറച്ച് സെറ്റിംഗ്സിലേക്ക് പോകാം. ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ലോക്ക് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അക്കൗണ്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇനി ഏറ്റവും താഴെ ലോക്ക് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു നീല കളറിലെ ബാഡ്ജും കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഫീച്ചർ സ്ത്രീകൾക്ക് വേണ്ടി ഇറക്കിയ ഒരു ഫീച്ചർ ആയതുകൊണ്ട് തന്നെ ആദ്യം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലായിരിക്കും ഈ ഒരു ഫീച്ചർ കാണാൻ സാധിക്കുന്നത്. പിന്നീട് എല്ലാ അക്കൗണ്ടുകളിലും ഈ ഒരു ഫീച്ചർ വരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു ഫീച്ചർ കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഏറ്റവും പുതിയ അപ്ഡേറ്റിലായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിന്റെ സെറ്റിംഗ്സിൽ പോയ ശേഷം നിങ്ങൾ പ്രൈവസിയിലേക്ക് പോവുക. ഈ പ്രൈവസിയിൽ നിങ്ങൾക്ക് ടൈം ലൈൻ ആൻഡ് ടാഗിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണാം. അതിൽ ടാഗിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ അടിയിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ 2 ഓപ്ഷനുകളും നിങ്ങൾ ഫ്രണ്ട്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് ഫേസ്ബുക്കിന്റെ ഹെൽപ്പ് സെന്റർ എടുക്കുക. ഇനി ഈ ഹെൽപ്പ് സെന്ററിലെ സെർച്ച് ബാറിൽ നിങ്ങൾ ലോക്ക് പ്രൊഫൈൽ സെർച്ച് ചെയ്യാം. ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഹൗ ഡു ഐ ലോക്ക് മൈ പ്രൊഫൈൽ ഓൺ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യാനുള്ള വഴികളും ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതേപോലെ ടെക് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഫീച്ചറും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.